യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. സാക്ഷി എന്ന പദം നമുക്കൊക്കെ പരിചിതമാണ്. ദൃക്സാക്ഷിയുടെ വാക്കുകൾ കോടതിയിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. സാക്ഷിയുടെ അഭാവത്താൽ പല കേസുകളും തെളിയിക്കപ്പെടാതെ പോയിട്ടുമുണ്ട്. കണ്ടതും കേട്ടതും അറിഞ്ഞതും കൃത്യമായി വിവരിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം, ഒരു ധൈര്യവും വേണം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. ആരാണ് ഈ സാക്ഷി? ഒരു സാക്ഷി എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു സാക്ഷി തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. കോടതി തന്റെ മതഗ്രന്ഥം തൊട്ട് സത്യം പറയുന്ന സാക്ഷിയുടെ വാക്കിന് വളരെ പ്രാധാന്യം കോടതി കൽപ്പിക്കുന്നു. എന്താണ് ഒരു ക്രിസ്തു ശിഷ്യന് പറയാനുള്ളത്? യേശു തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന 3.5 വർഷത്തെ എല്ലാ കാര്യങ്ങളും കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. യേശു പറഞ്ഞതും പ്രവർത്തിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം തന്നെ. ഒടുവിൽ തന്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള 40 ദിവസം തങ്ങളോട് കൂടെ വീണ്ടും നടന്നതും എല്ലാം സാക്ഷിക്കാൻ കഴിയുന്ന ശിഷ്യന്മാരായിരുന്നു അവരൊക്കെ. യേശു മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും അവർക്കറിയാം. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സത്യം പറയുന്നവനാണ് സാക്ഷി. ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ ദൈവശാസ്ത്രം പഠിക്കണ്ട, ബൈബിൾ സ്കൂളിൽ പോകേണ്ട, സെമിനാരിയിൽ പോകേണ്ട, വളരെ ഉയർന്ന രീതിയിലുള്ള ബുദ്ധിയും വേണ്ട. കേൾക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയും പറയാൻ ആഗ്രഹമുള്ള ഒരു സാക്ഷിയും മാത്രം മതി. തങ്ങൾ കണ്ടത് പറയാൻ ഒരു സാക്ഷിക്ക് കഴിയും. തങ്ങൾ അനുഭവിച്ചത് പറയാനും ഒരു സാക്ഷിക്ക് കഴിയും. അതുപോലെ തന്നെ സാക്ഷി ഇടയ്ക്കിടെ തന്റെ സാക്ഷ്യം മാറ്റി പറയില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ഇടപെടലുകൾക്കോ ഒന്നും തന്നെ ഒരു വിശ്വാസിയുടെ സാക്ഷിയുടെ സാക്ഷ്യം മാറ്റിക്കളയാൻ സാധ്യമല്ല. അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇതുവരെയുള്ള 3.5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് തന്റെ സാക്ഷിയായി ഈ ലോകത്ത് സുവിശേഷം അറിയിക്കാൻ കഴിയുകയില്ല എന്ന് യേശുവിന് നന്നായി മനസ്സിലായി. നമുക്കറിയാം, നമ്മുടെ ഒരു കാര്യം നടത്താൻ വേണ്ടി നാം എപ്പോഴും കൂടെ കൂട്ടുന്നതും അഭിപ്രായങ്ങൾ ചോദിക്കുന്നതും നമ്മേക്കാൾ കഴിവും പ്രാഗൽഭ്യവും ഉള്ളവരോടായിരിക്കും. ആയതുപോലെ ശിഷ്യന്മാരെ ഒറ്റയ്ക്ക് ഈ വേല ചെയ്യുവാൻ ദൈവം അനുവദിച്ചില്ല. അവർക്ക് ഉയരത്തിൽ നിന്നൊരു ശക്തി കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. ആ ശക്തി ദൈവത്തിൽ നിന്നുള്ള, ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്. ആ ശക്തിയാലാണ് അന്ധർ കാഴ്ച പ്രാപിച്ചതും അവിശ്വാസികളുടെ ഹൃദയം തുറന്നതും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതുമെല്ലാം. ആ ശക്തിയാൽ മാത്രമേ ഒരു ശിഷ്യന് സാക്ഷിയാകാനും കഴിയൂ. ആരുടെ സാക്ഷിയാകണം? യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകണം. ഈ ശക്തി ആര് തരും? സ്വർഗത്തിലെ പിതാവ് തരും. ആർക്ക് തരും? ആഗ്രഹിക്കുന്നവർക്ക്, ആവശ്യപ്പെടുന്നവർക്ക് പിതാവ് അത് സൗജന്യമായി തരും. എന്തിനു വേണ്ടി തരും? കർത്താവ് പറഞ്ഞ ഓരോ കൽപ്പനയും അനുസരിക്കാൻ, ലോകമെമ്പാടും പോയി സുവിശേഷം പറയാൻ, അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ, വചനം സംസാരിക്കാൻ, വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കാൻ, ദൈവത്തെ പരിജ്ഞാനത്തിൽ മനസ്സിലാക്കാൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മനസ്സിലാക്കാനും പശ്ചാത്തപിക്കാനും ഈ ശക്തി കൂടിയേ കഴിയൂ. ഈ ശക്തി മറ്റൊന്നുമല്ല, മറ്റാരുമല്ല, തൃത്വത്തിൽ മൂന്നാമനായ ദൈവമായ പരിശുദ്ധാത്മാവ് തന്നെ. യേശു ഈ ലോകത്ത് ചെയ്ത അത്ഭുതങ്ങളൊക്കെയും ദൈവാത്മാവിന്റെ സഹായത്തോടെ ആയിരുന്നു ചെയ്തത്. പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടി ചെയ്തു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു പോയതിനു ശേഷമാണ് അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ചെയ്തത്. എന്തുകൊണ്ടാണ് നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്? കാരണം ദൈവത്തിന് സകലവും സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. നാം സൃഷ്ടിയാണ്, നാം പാപ സ്വഭാവമുള്ളവരാണ്. ആയതിനാൽ തന്നെ ദൈവശക്തി നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവേഷ്ടപ്രകാരം ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയൂ. നമുക്ക് ഈ ശക്തി എങ്ങനെ പ്രാപിച്ചെടുക്കാം? ഒരു പാത്രത്തിൽ വെള്ളം പകരുന്നതിന് മുമ്പ് അത് വൃത്തിയായി കഴുകണം. അതുപോലെ നാമും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ നമ്മളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് പകരും. എവിടെയൊക്കെ നാം സാക്ഷിയാകണം? ഒന്നാമതായി യെരുശലേമിൽ. യേശുവിന്റെ പ്രവൃത്തിയും പ്രസംഗവും ക്രൂശുമരണവും ഉയർപ്പും എല്ലാം നടന്നത് യെരുശലേമിലാണ്. അവിടെയാണ് ആലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഭരണത്തിന്റെ തടസ്ഥാനം. അവിടെ നിന്ന് തന്നെ തുടങ്ങണം.
നമ്മെ സംബന്ധിച്ച് നാം ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ സാക്ഷ്യം പറഞ്ഞു തുടങ്ങണം. ഭവനത്തിൽ, സ്കൂളിൽ, ജോലി സ്ഥലത്ത് നാം ഈ സാക്ഷിയാകണം. രണ്ടാമതായി യഹൂദിയ. ഒറ്റിക്കൊടുത്ത യൂദ യഹൂദിയിൽ നിന്നുള്ളവനായിരുന്നു. ഇഷ്ടം തോന്നാൻ ഒട്ടും സാധ്യതയില്ലാത്തവരോട്, അകൽച്ചയുള്ളവരോട് നാം ഈ സാക്ഷ്യം അറിയിക്കണം എന്നാണ് അതിനർത്ഥം. മൂന്നാമതായി ശമരിയയിൽ നിന്ന്. ശുദ്ധരക്തമുള്ള ഒരു യഹൂദനും ശമരിയെ കടക്കാൻ പാടില്ല. വിവാദങ്ങളും അപകടങ്ങളും പതിയിരിക്കുന്ന രാഷ്ട്രീയവും മതപരവുമായ വ്യത്യാസങ്ങൾ ഉള്ളിടത്തേക്കും ഈ സുവിശേഷം എത്തിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാലാമതായി ഭൂമിയുടെ അറ്റത്തോളം. അന്നത്തെ റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കാൻ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞു. ഇന്ന് എല്ലാ വൻകരയിലും സുവിശേഷം എത്തിയിരിക്കുന്നു. എന്നാൽ അതുപോരാ, എല്ലാ മുക്കും മൂലയും യേശുവിനെ അറിയണം. എല്ലാ ഭവനങ്ങളും, എല്ലാ വ്യക്തികളും, എല്ലാ വർണ്ണത്തിലും, എല്ലാ ജാതികളിലുമുള്ളവർ യേശുവിനെ അറിയണം. ബലഹീനരായ നമ്മിൽ പകരപ്പെടുന്ന അത്യന്ത ശക്തിയാൽ ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ നമുക്ക് കഴിയണം. ആത്മാവിന്റെ ശക്തി കാത്തിരുന്ന് പ്രാപിച്ച് പട്ടണത്തിലും ഗ്രാമങ്ങളിലും രാജ്യങ്ങൾ തോറും സാക്ഷിയാകുവാൻ, കുടുംബത്തിലും അയൽപ്പക്കത്തും ശത്രുക്കളുടെ ഇടയിലും ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.